ഇതുകൊണ്ട് ഇത്ര സാധനം നമ്മളിപ്പോൾ ഓൾറെഡി കുറച്ച്. ഹായ് ഫ്രണ്ട്സ്, കുട്ടനാട് ഫിഷിങ്ങിൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ അടുത്ത കുളം പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഒരു പകുതി മുക്കാലും പറ്റി. അപ്പം അതിനകത്ത് കൂടുതലും നമുക്ക് ഈ ഊളയായത് കാരണം തപ്പിയെടുക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വല ഇരിപ്പുണ്ട്, കരിമീൻ വല. അപ്പോൾ അതിട്ട് അത്യാവശ്യം കിട്ടുന്നതിനെ പിടിക്കുക. അങ്ങനെ പിടിച്ചില്ലെന്നുണ്ടെങ്കിൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഊളയായത് കാരണം നമ്മൾ മീനും എടുത്തുകൊണ്ട് കരയ്ക്ക് ചെല്ലുമ്പോഴത്തേക്കും മീനെല്ലാം ചത്തു പോവാണ്. പിന്നെ വലുതാകാത്ത കാരണം ആർക്കും വേണ്ടേ താനും. അപ്പം മീനൊക്കെ വേസ്റ്റായി പോവാണ്. അപ്പോൾ അത് കാരണം നമ്മൾ വല ഇട്ടിരിക്കുകയാണ്. വല ഇട്ടിട്ട് വലയിൽ ഉള്ളത് പെട്ടെന്ന് എടുത്തു കഴിഞ്ഞാൽ ജീവനോടെ നമുക്ക് കിട്ടും. അപ്പോൾ അതിനെ വേറൊരു കുളത്തിലോട്ട് മാറ്റാനുള്ള പ്ലാനാണ്. അപ്പോൾ നമ്മളിപ്പം വല ഇട്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് വല വലിക്കാം, എന്തുമാത്രം കിട്ടുമെന്നൊക്കെ അറിയാം. ഏതായാലും സാധനം കാണും, ചെറുതായിരിക്കുന്നേ ഉള്ളൂ. അങ്ങനെ ഒരു വിഷയമുണ്ട്. മീനെ വളരുന്നില്ല, തീറ്റയുടെ ആണോ എന്താ സംഭവം എന്നറിയത്തില്ല, വളരുന്നില്ല. അങ്ങനെ ഒരു കംപ്ലയിൻറ്റ് നമുക്കിവിടെ പറ്റിയിട്ടുണ്ട്. മെയിനായിട്ടും ഇതിനകത്ത് അപ്പടി ഊളയാണ്. അത് കാരണം നമുക്ക് ഒരു വല വെച്ച് വലിക്കാനോ അതെങ്ങനെ നമ്മുടെ കുത്തുവലയൊക്കെ വെച്ച് വലിക്കാനൊക്കെ ഭയങ്കര പാടാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇത് വലിച്ചിട്ട് നമുക്ക് നടന്നൊക്കെ വരാനും പിന്നെ ആ മീനും എടുത്തുകൊണ്ട് ബണ്ട ചെല്ലാനൊക്കെ ഭയങ്കര പാടാണ്. എന്തായാലും നമുക്ക് നോക്കാം. ഇപ്പം കൂട്ടുകാർ നമ്മൾ ഈ വലിക്കുകയാണ്. വെള്ളം തീരെ കുറവാണ്. വേറെ വെള്ളമൊക്കെ പോകാനും പാടാണ്. വേറെ മീൻ കിട്ടും, പക്ഷെ വേറൊരു കാര്യം അത് ചത്തു പോകുമെന്നുള്ള നമുക്കൊരു പേടിയുണ്ട്. ചത്തു പോയി കഴിഞ്ഞാൽ പിന്നെ ആരും എടുക്കത്തില്ല, കാരണം ചെറുതല്ലേ. അപ്പോൾ നമുക്ക് ജീവനോടെ എങ്ങനെയും എടുക്കാമെന്നുള്ള പ്ലാൻ നമ്മൾ പെട്ടെന്ന് തന്നെ അങ്ങ് വലിക്കുക. ഈ സൈസാണ്, വലിയ സൈസ് കിട്ടുന്നില്ല. ഇതുകൊണ്ട് ഇപ്പം വളർത്താൻ പറ്റും. അടുത്ത കുളത്തിലോട്ട് ഇടാനുള്ള പ്ലാനാണ്. കിടക്കുന്നുണ്ട്. അല്ല, എടുത്തു വരുമ്പോഴത്തേക്കിനെ അധികം താമസിച്ച് കഴിഞ്ഞാൽ പണിയാണ്. ഇതൊരു 80 ഗ്രാമത്തെ കാണത്തുള്ളൂ. ഇതുകൊണ്ടാണ് അങ്ങോട്ട് നോക്കി കിടക്കുന്നത്. ഇതുകൊണ്ടോ ഇതുകൊണ്ടോ വരാലും ഉണ്ടെന്ന് തോന്നുന്നു. അടുത്ത് ഇത് കണ്ടോ ഈ സമയം ഇത്ര ഇതാകുമ്പോഴത്തേക്കിനും അങ്ങ് മുട്ട വെച്ച് വിരിയുക. തീറ്റയുടെ ആണോ എന്താണെന്ന് അറിയത്തില്ല. അത് കാരണം ഈ കുഞ്ഞുങ്ങൾ മാത്രമേ ഉള്ളൂ.
ഇതുകൊണ്ട് ഇത്ര സാധനം നമ്മളിപ്പോൾ ഓൾറെഡി കുറച്ച് കിട്ടി. കുറച്ചതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പം കുറച്ചങ്ങോട്ട് വലിച്ചതേ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാം നമ്മൾ കൊടുത്തു വിടുക. കാരണം ഇത് ഇങ്ങനെ ഇട്ടുകൊണ്ടിരുന്നത് ചിലപ്പം ചത്തുപോകും. ചത്തുപോയി കഴിഞ്ഞാൽ ആർക്കും ഇല്ലാതെ പോകും. അപ്പോൾ നമ്മളിത് നേരെ അങ്ങോട്ട് കൊണ്ട് കൊടുക്കുവാണ്. എന്നിട്ട് നമുക്ക് ലാസ്റ്റ് എല്ലാം കൂടെ കാണിച്ചു തരാം. അതുകൊണ്ട് ഇതെല്ലാം ഇതാണ് നമുക്ക് കിട്ടിയ സാധനം. ഉണ്ടോ? കുറച്ചും കൊണ്ടായിരുന്നു. നമ്മൾ കുറേശ്ശെ എല്ലാം കിട്ടും. ഇത് നമ്മൾ ബോക്സിനൊക്കെ കൊടുത്തിട്ടിരിക്കുക. ഉണ്ടോ? പല വീണതല്ലേ. അപ്പം ചിലപ്പോൾ എന്തെങ്കിലും പരിക്ക് കാണുമല്ലോ എന്ന് ഓർത്ത് നമ്മൾ ഓക്സിജനൊക്കെ കൊടുത്ത് ഉഷാറാക്കിയിട്ടുണ്ട്. അതെല്ലാം നല്ല ഉഷാറായിട്ടുണ്ട്. അപ്പോൾ ഇവനെ നമ്മൾ തിരിച്ച് വിടും. പിന്നെ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ഇല്ലേക്കാ കണ്ടോ? 80 ഗ്രാം, 85 ഗ്രാം, 90, 100 ഈ സൈസാണ്. ഈ കൊമ്പള വരുന്നത് ഓക്സിജൻ കൊടുക്കുന്നുണ്ട് കേട്ടോ ഇടാനായിട്ട്. Dan